നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടോ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ? ഒരു ഡാറ്റ നിങ്ങൾ പറഞ്ഞു. ഒരു ഡാറ്റ ഒട്ടുമില്ല. എന്റെ വിശ്വാസം ഒട്ടുമില്ല എന്നാണ്. യാതൊരു ഭരണവിരുദ്ധ വികാരമേ ഇല്ല. ഒരു മടുപ്പ്, ഒരു ലതാർജി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായേക്കാം. എന്ന് പറഞ്ഞാൽ 10 കൊല്ലമായാലും ഇവർ ഭരിക്കണം, വേണമെങ്കിൽ മാറി അവർ ഭരിച്ചോട്ടെ എന്നുള്ളത് അത് കൃത്യമാണ്. അങ്ങനെ ഒരു ധാരണ ആളുകളിൽ ഉണ്ടായേക്കും. അതിനും അപ്പുറത്തേക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് പറയട്ടെ. ഒന്ന് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു കാര്യം ആന്റി ഇൻകുമൻസി അത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ മാട്രിക്സ് മുതൽ മറുനാടൻ വരെ നടത്തിയിട്ടുള്ള ഒരു സർവേകളിലും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കാണാനില്ല. മാതൃഭൂമിയടക്കം നിരവധി ചാനലുകൾ നടത്തിയിട്ടുള്ള, ഇപ്പൊ ഇന്ത്യ ടുഡേ അടക്കം നടത്തിയിട്ടുള്ള സർവേകളിൽ പോലും അവർ പറയുന്നത് ഒരു ലെഫ്റ്റ് ലീനിയന്റ് ആയിട്ടുള്ള സമൂഹമാണ് ഇവിടെ നിലനിൽക്കുന്നത്, അവർ തന്നെ ജയിക്കാനാണ് സാധ്യത എന്നാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റ വളരെ വിശദമായി കണിശമായി നിങ്ങൾ അറിയേണ്ടത്, ഇഴകീറി പരിശോധിച്ച ഒരാളാണ് ഞാൻ. നിങ്ങൾ അറിയേണ്ടത് ഇപ്പം 87 മുനിസിപ്പാലിറ്റികളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 40% വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ് കേട്ടോ. അത് മുസ്ലിം ലീഗാണ് ഉണ്ടാക്കിയത്. അതായത് 2300 ഉള്ളത് അവർക്ക് 3200 മാറി, അതായത് 800ഓളം സീറ്റുകൾ അവർക്ക് കൂടി. അത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഗുണമാണ്. ആ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ നേട്ടം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ UDF പോലും അത്ര വലിയ നേട്ടം അവകാശപ്പെടാനില്ല എന്നാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 87 മുനിസിപ്പാലിറ്റികൾ അതുപോലെ കോർപ്പറേഷനുകൾ ഇതെല്ലാം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ കോർപ്പറേഷനിലൊക്കെ ഭരണം നഷ്ടപ്പെട്ടു. യാഥാർത്ഥ്യമാണ്. ഉദാഹരണത്തിന് കൊല്ലം കോർപ്പറേഷൻ, അതിൽ ഭരണം നഷ്ടപ്പെട്ടു. അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം, ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം കോർപ്പറേഷൻ, എറണാകുളത്തെ കൊച്ചിൻ കോർപ്പറേഷൻ. ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ എങ്ങനെ ഭരണം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോക്കൽ ആന്റി ഇൻകുമൻസി ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റിനെതിരെയുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത് കുറച്ച് കുറവുണ്ടായിരുന്നത് എറണാകുളത്താണ്. പറഞ്ഞിരുന്നില്ല, എറണാകുളത്താണ് കുറച്ച് കുറവുണ്ടായിരുന്നത്. അതേസമയം നിങ്ങൾ കോഴിക്കോടേക്ക് നോക്ക്. കോഴിക്കോടിൽ വലിയ തോതിലുള്ള ആന്റി ഇൻകുമൻസി ആ ഭരണത്തിനെതിരെ ഉണ്ടായിരുന്നു. ഞാനവിടെ സർവേ നടത്തി കണ്ടുപിടിച്ച ഒരാളാണ്. ഞാൻ സ്പെസിഫിക് ആയി റിപ്പോർട്ട് കൊടുത്ത ഒരാളാണ്. അവിടെ എത്ര സീറ്റുകൾ വരെ കോൺഗ്രസിന് UDF നേടാമെന്ന് ഞാൻ റിപ്പോർട്ട് കൊടുത്ത ഒരാളാണ്. എനിക്കറിയാം. അവിടെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ പുറത്ത് ആദ്യമായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മുസാഫിർ അഹമ്മദ് എന്ന് പറയുന്ന അവരുടെ മേയർ കാൻഡിഡേറ്റ് കഴിഞ്ഞ അവിടുത്തെ ഡെപ്യൂട്ടി മേയർ അവിടെ തോക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ അവിടെ മേയർ മത്സരിച്ച സ്ഥാനത്തും അവിടെ ഉറപ്പായിട്ടും അവർ തോക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അവിടെയൊക്കെ തന്നെ CPM അണികൾക്ക് പോലും വലിയ എതിരഭിപ്രായം ഉണ്ടെന്നുള്ളത് ഞാൻ തൊട്ടറിഞ്ഞ ഒരാളാണ്.